ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയുമാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് നോക്കുന്നത്. സോ ബ്രീത്ത് ഔട്ട് ചെയ്യുക, നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് കൊണ്ടുവരിക. എനർജി ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാനൽ സബ് ചെയ്യുക കേട്ടോ. കാരണം നിങ്ങൾക്ക് റീഡിംഗ് അക്യൂറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് മാച്ച് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യൂ. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് സഫറിങ് ഇൻ സൈലൻസ് ആണ് വന്നിട്ടുള്ളത്. ട്രാൻസ്ഫർമേഷൻ വന്നിട്ടുണ്ട്, പ്രോസ്പെരിറ്റി ബിഗിനിങ് വന്നിട്ടുണ്ട്. ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് നമ്മൾ എടുത്തത്. സോ ഇവിടെ ഒരു ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് കോൺഫ്ലിക്റ്റും അതുപോലെ തന്നെ തോൽവിയാണ് കേട്ടോ. ട്രിംബ് വന്നിട്ടുണ്ട്, അതോറിറ്റി ഉണ്ട്. സോ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് സഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പം സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് കാണിക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വായും പൂട്ടിയിരിക്കുന്നുണ്ടാകാം. ഒന്നും തന്നെ അവർ പറയുന്നുണ്ടാവില്ലായിരിക്കാം. നിങ്ങളുമായിട്ടൊരു കോണ്ടാക്ട് അവർ വെക്കുന്നുണ്ടാവില്ലായിരിക്കാം. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ പക്ഷേങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിലും അവർ ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് സഫർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവർ ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ തന്നെയാണ്. റിലേഷൻഷിപ്പ് റിലേറ്റഡ് അവർ ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ള കാർഡ് പറയുന്നത്. ഈ നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷനിൽ നിൽക്കുമ്പോൾ മേ ബി നിങ്ങൾ വിചാരിക്കുന്നത് അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്നായിരിക്കാം. പക്ഷെ അങ്ങനെയല്ല, അവരങ്ങനെയല്ല എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിച്ചു തരുന്നത്. ഇവിടെ രണ്ടാമത് വന്നിട്ടുള്ളത് ട്രാൻസ്ഫർമേഷനാണ്. അവരുടെ ലൈഫിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ചില ചേഞ്ചുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോസ്പെരിറ്റി ബിഗിനിങ് ആണ്. അതായത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് കൊണ്ട് നിങ്ങളെ മാറ്റി നിർത്തിയ വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ അവർക്ക് അതിൽ ഒരു മാറ്റം, ഒരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര താല്പര്യം കാണിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അതിൻ്റെ റീസൺ ബേസ് ചെയ്തിട്ടൊക്കെയാണ് നിങ്ങൾ തമ്മിലുള്ളൊരു സെപ്പറേഷൻ അല്ലെങ്കിൽ എപ്പോഴും ഫൈറ്റിങ് കാര്യങ്ങളൊക്കെ ഉള്ളതെങ്കിൽ അതിലൊരു ചേഞ്ച് അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. അതായത് അത് അവർക്ക് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ. ഇവിടെ ട്രിംബ് എന്ന കാർഡ്, അതോറിറ്റി എന്ന കാർഡൊക്കെ വരുന്ന സമയത്ത് ഇവർക്കൊരു സ്റ്റെബിലിറ്റി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ലൈഫിൽ റിലേഷൻഷിപ്പ് ഒഴിച്ച് ബാക്കി എല്ലാത്തിലും തന്നെ അവർക്ക് സ്റ്റെബിലിറ്റി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഹാപ്പിനെസ് വരുന്നുണ്ട്. അവർ ആഗ്രഹിച്ചതുപോലെ അവർക്ക് ലൈഫിൽ ചേഞ്ച് വരുന്നു, അവർക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പം മേ ബി ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ അവർ പുറത്തൊക്കെ പോകാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ അങ്ങനെ ആയിരിക്കാം. അതൊക്കെ അവർക്ക് നേടാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ റിലേഷൻഷിപ്പിൽ മാത്രം അവർക്കത് കഴിയുന്നില്ല. അതിൽ അവർ ഭയങ്കരമായിട്ടും ഡൗൺ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇപ്പം എങ്ങനെയാണെന്നുള്ളത്. സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. ഓക്കെ, ഇവിടെ കോൺഫ്ലിക്റ്റും ഡിഫീറ്റും വന്നിട്ടുണ്ട്. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഇവർ തോറ്റുപോയി. ബാക്കി എന്ത് നേടുന്നുണ്ട്, പക്ഷേ റിലേഷൻഷിപ്പിൽ മാത്രം ഇവർ തോറ്റുപോയി എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കേട്ടോ. നല്ല രീതിക്ക് തന്നെ അവർ തോറ്റുപോയി എന്നുള്ളതാണ്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഈ റീഡിംഗ് കാണുന്ന ഭൂരിഭാഗം പേരും നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന ആളുകളായിരിക്കാം. അവർ നിങ്ങൾ തുറന്ന് സംസാരിക്കുമ്പം നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നുണ്ടാവില്ലായിരിക്കാം, നിങ്ങളുടെ അടുത്ത് ഒന്നും തിരിച്ചു പറയുന്നുണ്ടാവില്ലായിരിക്കാം, ഒരു ക്ലാരിറ്റി തരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ലായിരിക്കാം. പക്ഷെ ആൾ ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് നല്ല രീതിക്ക് സഫർ ചെയ്യുകയാണ് എന്താണെങ്കിലും. അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് സഫർ ചെയ്യുന്ന എന്തിനാ, നിങ്ങളുടെ അടുത്ത് ഓപ്പണായി സംസാരിച്ചുകൂടെ എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഓക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവരങ്ങനെ ഒറ്റയ്ക്ക് തന്നെ ഇരിക്കുന്നത്, നിങ്ങളുടെ അടുത്തോട്ട് വന്നൂടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സ്വാഭാവികമായിട്ട് നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും. ഇവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് നിങ്ങളുടെ ഇടയിൽ. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്കൊരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ടാണ് അവർ എഗെയിൻ നിങ്ങളുടെ അടുത്തോട്ട് വീണ്ടും വരാത്തത്. അത് ഒറ്റയ്ക്ക് തന്നെ അവർ നേരിടുന്നു. ആ വേദനയെ അവർ നേരിടുന്നത് അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, മൂവ് ഓൺ ചെയ്യുന്നതും അവർ അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പം ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് നമ്മൾ നോക്കിയത്. ഇനി നിങ്ങളുടെ എനർജിയെ നോക്കിയിട്ട് നമുക്ക് ഗൈഡൻസ് നോക്കാം. ദെൻ അവരുടെ തോട്ട്സും
എന്താ അവർ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നോക്കാം. നിങ്ങളുടെ എനർജി എടുത്തതാണ്. മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആണ് എനിക്ക് വന്നത് ആദ്യത്തെ തന്നെ കാർഡ്. നിങ്ങൾ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ടും ആലോചിക്കുന്നു. അത് നിങ്ങളെ മെൻ്റലി ഡൗൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മേ ബി ഹെഡ് പെയിൻ പോലത്തെ കാര്യങ്ങൾ, ഹെഡ് പെയിൻ വരിക, ഹെഡേക്ക് വരിക, ഭയങ്കരമായിട്ട് എനർജി നിങ്ങൾ ഡൗൺ ആയി പോവുക, അങ്ങനത്തെ ഒക്കെ ഒരു കാര്യം കാണുന്നുണ്ട്. അതായത് ഭയങ്കരമായിട്ട് ആലോചിക്കുക, ആലോചിച്ചിരുന്ന് പോവുക, ഓവർ തിങ്ക് ചെയ്ത് പോവുക. ലവ് ബിഗിനിങ് ആണ്. നിങ്ങളൊരു ഈ റിലേഷൻഷിപ്പിലൊരു റിയൂണിയന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കത് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഒരു 80% നിങ്ങൾക്കത് പ്രതീക്ഷിക്കാവുന്നതുമാണ്. കാരണം നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന എന്ത് നമ്മളിലേക്ക് വന്നു ചേരും. പക്ഷെ നമ്മുടെ ആഗ്രഹം ആത്മാർത്ഥമാകണം എന്ന് മാത്രം. ഓക്കെ, അപ്പം നിങ്ങൾ എന്തായാലും അതിവിടെ ആ ഒരു സ്നേഹം നിങ്ങൾ ആശ്രയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സ്നേഹം വേണമെന്ന് നിങ്ങൾ നല്ല രീതിക്ക് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മെറ്റീരിയൽ ഹാർവെസ്റ്റ് ആണ്. മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. മേ ബി പ്രെയർ ചെയ്യുന്നുണ്ടാകാം. ഇനിയിപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് മനസ്സിൽ അതിനെ ഭയങ്കരമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ വ്യക്തി തന്നെ വേണം, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് എനിക്ക് വേണം. എത്ര സ്ട്രഗിളിങ് നിങ്ങൾ ഇതിൽ അനുഭവിച്ചിട്ടുള്ള ഒരാളാണെങ്കിലും നിങ്ങൾ അങ്ങോട്ട് ഡിപ്പെൻഡഡ് ആയി പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. സോ നിങ്ങളുടെ ഇവിടെ എനർജി ഇവിടെ കാണുന്ന സമയത്ത് നിങ്ങൾ എത്രയൊക്കെ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചുകൾ കൊണ്ടുവന്നാലും നിങ്ങൾ ഓവർ തിങ്ക് ചെയ്തു പോകുന്നുണ്ട്, നിങ്ങൾ അറിയാതെ ആഗ്രഹിച്ചു പോകുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, ട്രാപ്പ്ഡ് ഇൻ ഫിയർ ആണ് കാണിച്ചത്. നിങ്ങൾ കുടുങ്ങിപ്പോയി, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ കുടുങ്ങിപ്പോയി. നിങ്ങൾക്ക് ഇതിൽ മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയാണ് കാണുന്നത്. ഓക്കെ, മേ ബി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻസ് ഉണ്ടാവുമായിരിക്കാം, സോൾ കണക്ഷൻസ് എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഇത്രയും സ്ട്രോങ് ആയിട്ട്, അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും നിങ്ങൾക്ക് അവിടെ സ്റ്റിൽ നിൽക്കാൻ വേണ്ടി തോന്നുന്നത് അതുകൊണ്ടായിരിക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ റീഡിങ് നമുക്ക് എടുക്കാം, പയൽ റീഡിംഗ് ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പം നിങ്ങളുടെ എനർജി ഇവിടെ ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഇനി നിങ്ങൾക്കുള്ള എന്തെങ്കിലും ഗൈഡൻസ് നമുക്ക് നോക്കാം. ഏഞ്ചൽ മെസ്സേജ് നോക്കാം. എന്താണ് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഏഞ്ചൽ മെസ്സേജ് എന്താണ്? ട്രസ്റ്റ് വന്നിട്ടുണ്ട്. വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് വന്നിട്ടുണ്ട്. ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് വന്നിട്ടുണ്ട്. നോയും വന്നിട്ടുണ്ട്. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ആരുടെങ്കിലും ഹെൽപ്പ് ചോദിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കാം. അതൊരു ഓപ്ഷനായിട്ട് കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഡിവോഴ്സ് പോലത്തെ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വക്കീൽ അങ്ങനെ, അതായത് മൂന്നാമതൊരാളുടെ ഹെൽപ്പ് ചോദിക്കാം. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഫാമിലിയിലുള്ള ആരുടെയെങ്കിലും, അല്ലെങ്കിൽ മുതിർന്ന ഒരാളുടേത്, അങ്ങനെ ഹസ്ബൻഡ് ആൻഡ് വൈഫുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് മൂന്നാമതൊരാളെ ഇതിൽ കയറ്റാം എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. വേറെ ആരുടെ ഹെൽപ്പ് വഴി നിങ്ങൾക്ക് അതിലൊരു റിയൂണിയൻ സാധ്യമാക്കും, അല്ലെങ്കിൽ തിരിച്ചു നേടാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് കാണുന്നു. ആൻഡ് ഇവിടെ ട്രസ്റ്റ് ആണ് ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത്. വിശ്വസിക്കുക, ഡൗട്ട് ചെയ്യാതെ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഈ പേഴ്സൺ ഇപ്പം ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പം സ്വാഭാവികമായിട്ടും റിലേഷൻഷിപ്പിൽ നമുക്ക് വിശ്വസിക്കാനുള്ള, അല്ലെങ്കിൽ ട്രസ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകും. പക്ഷെ മനസ്സിലാക്കുക, ചിലത് നമ്മൾ മനസ്സിലാക്കി തിരിച്ചു വരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് ഫോർഗീവ്നെസ് കൊടുക്കുക, നമ്മൾ ഫോർഗീവ് ചെയ്യുക, ക്ഷമിക്കുക. അതുപോലെ തന്നെ നമ്മളത് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾക്കൊക്കെ നന്ദിയുള്ളവരാവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. ട്രസ്റ്റ് എന്ന് പറയുമ്പം നിങ്ങളടുത്ത് ട്രസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇപ്പം അവർ വരുന്നൊരു കാര്യം ആയിക്കോട്ടെ, ഇപ്പം മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യുക. പ്രെയർ ചെയ്യുന്നവരാണെങ്കിൽ അത് ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യുക. ഓക്കെ, അപ്പോഴേ അതിനൊരു റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്ത് പറ്റത്തില്ല, അവരെന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ അടുത്താണ് ഈ ഗൈഡൻസ് എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾക്കൊട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് വന്നിട്ടുണ്ട്. ഇതൊരു 3 month ആണ്. ഈ 3 monthന്റെ ഉള്ളിൽ മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലൊരു റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഈ റിലേഷൻഷിപ്പ് തിരിച്ച് വന്നാൽ തന്നെ നിങ്ങൾ നല്ല രീതിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പ്രോപ്പറായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുക. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ പിന്നെയും പഴയ പാസ്റ്റിലെ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ടോർച്ചർ ചെയ്യാതെ നല്ല രീതിക്ക് കമ്മ്യൂണിക്കേഷൻ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുക. കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് നിൽക്കും.
കാര്യങ്ങൾ അറിയാതെ പോവുക, തുറന്ന് സംസാരിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഇങ്ങനെ വരിക. അത് എന്ത് റിലേഷൻഷിപ്പ് ആണെങ്കിലും, എങ്ങനെ വരുന്ന റിലേഷൻഷിപ്സ് ആണെങ്കിലും. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് നിർത്തുക. അപ്പോൾ പാസ്റ്റിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കരുത് എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പാസ്റ്റിലെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒന്നും കിട്ടാനില്ല. ആ പേഴ്സൺ പാസ്റ്റിലെ കാര്യങ്ങൾ ആലോചിച്ച് റിഗ്രറ്റ് ചെയ്ത് വരുന്ന ഒരാളാണെങ്കിൽ അവർക്കത് മനസ്സിലായി, തെറ്റാണെന്ന് മനസ്സിലായി ഓൾറെഡി. അത് പിന്നെയും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താണ് കാര്യം? അതിന് നമുക്ക് ബാക്കോട്ട് പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല. നാളത്തേക്ക് നമ്മുടെ കയ്യിലുള്ളതിന് നമ്മൾ ബെറ്റർ ആക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇന്നുള്ളതിനെ നമ്മൾ ബെറ്റർ ആക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത് മാത്രം എടുക്കുക. സ്വീകരിക്കുന്നതും സ്വീകരിക്കാണ്ടിരിക്കുന്നതും നിങ്ങളുടെ ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഇതാണ്. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സ് നമുക്ക് നോക്കാം. എന്താണ് അവർ നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്? ആ കാർഡ് ഞാൻ എടുക്കുന്നില്ല, താഴെ പോയത്. നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്? വ്യൂവേഴ്സിൻ്റെ നിങ്ങളോട് മനസ്സിലാക്കാനാണ് പറയുന്നത് അവരുടെ സിറ്റുവേഷൻ. നിങ്ങളോട് അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കൂ. ഒന്നും കൂടി എടുക്കാം. ഓക്കെ, എനിക്കറിയില്ല, ഞാനിത് എങ്ങനെയാണ് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് അവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് പേടിയാണ്, ഇത് എഗെയിൻ അവർക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ അവർക്ക് പേടിയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെയും ഈ പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടേ, അല്ലെങ്കിൽ നിങ്ങളെ സാഡ് ആക്കണ്ടേ, അല്ലെങ്കിൽ പിന്നെയും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നാലോ എന്നുള്ളൊരു പേടി കൊണ്ടായിരിക്കാം. തോറ്റുപോയി ഞാൻ ഇതിലെന്ന് പറയുന്നുണ്ട്, എനിക്ക് പേടിയാണെന്ന് പറയുന്നുണ്ട്. മൈൻഡ് ഒന്നും ഓക്കെ അല്ല, ഇവരുടെ മൈൻഡ് ഇവരുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ എനിക്ക് ഹാപ്പിനെസ് തരാൻ സാധിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ ഹാപ്പി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. ഞാനൊരു മനുഷ്യനാണ്, എന്നെ മനസ്സിലാക്കൂ. സിറ്റുവേഷൻസ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ എന്തായാലും. ഇവർക്ക് ട്രോമ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ലൈഫിൽ വേറെ എന്തൊക്കെയോ സ്ട്രഗിളിങ് സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ ആണെങ്കിൽ, നിങ്ങളുടെ ഇടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ ഒരു സ്ട്രെസ് ഉണ്ടായിരിക്കാം, നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു സ്ട്രെസ് ഉണ്ടായിരിക്കാം. അപ്പം നിങ്ങളാണ് മനസ്സിലാക്കിയത്. നിങ്ങൾക്കിപ്പം നിങ്ങളെക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കേണ്ട വ്യക്തി നിങ്ങളായിരിക്കാം. ഓക്കെ, അപ്പം എന്നെ ഒന്ന് മനസ്സിലാക്കൂ, ഞാനൊരു മനുഷ്യനാണെന്നുള്ള രീതിയിൽ അവർ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ തന്നെ വേണം ഇങ്ങനെ പറയുന്നത്? കാരണം ഇവർ ഹാപ്പിനെസ് തരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ ഹാപ്പി ആക്കുന്നില്ല എന്നുള്ളത് ഇവർക്കറിയാം. എന്നിട്ട് എന്തിനാണ് ഇങ്ങനെ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് അവർ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത്. ഒരുപാട് വിഷമമുള്ളതായിട്ട് തന്നെയാണ് അവർ പറയുന്നത്. ഒന്ന് എന്നെ മനസ്സിലാക്കൂ എന്നുള്ള രീതിയിലാണ് കേട്ടോ. ഇനി ഇതാണ് അപ്പോൾ നിങ്ങളുടെ അടുത്ത് അവർ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവരുടെ തോട്ട്സ് എന്ന് പറയുന്നത് നിങ്ങളാന്നുള്ളത് മനസ്സിലായില്ല. അവർക്കൊരു ഐഡിയ ഒന്നും ഇല്ല, എന്ത് ചെയ്യണമെന്നുള്ളൊരു ഐഡിയ അവർക്കില്ല എന്നുള്ളതാണ് ഇതിൽ വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്. ഇനി നമുക്ക് ക്ലൂസ് ഒന്ന് എടുത്ത് നോക്കാം. നിങ്ങൾക്കുള്ള ക്ലൂസ് ആണ്. $50 വന്നിട്ടുണ്ട്, ലെറ്റർ യു, ലെറ്റർ ബി വന്നിട്ടുണ്ട്, 15 and 5 വന്നിട്ടുണ്ട്. ഇത് നിങ്ങളുടെ സ്പെല്ലിങ്ങിൽ ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ ഫസ്റ്റ് ലെറ്റർ ആയിരിക്കാം നെയിമിൻ്റെ, അല്ലെങ്കിൽ ബർത്ത്ഡേ ഡേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ദിവസങ്ങളായിരിക്കാം. ലെറ്റർ എം വന്നിട്ടുണ്ട്, 38 നമ്പർ വന്നിട്ടുണ്ട്, 33 വന്നിട്ടുണ്ട്, ലെറ്റർ ജെ വന്നിട്ടുണ്ട്, ലെറ്റർ എച്ച് വന്നിട്ടുണ്ട്, അതുപോലെ 4 വന്നിട്ടുണ്ട്, 14 വന്നിട്ടുണ്ട്. ലെറ്റർ ജി 45, ലെറ്റർ എസ് വന്നിട്ടുണ്ട്. ഒരു 2 എണ്ണം കൂടി എടുക്കാം, എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാം.
ലെറ്റർ ആർ, ലെറ്റർ ബി. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള ക്ലൂസ് ഇതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കുള്ള റീഡിങ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.